ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക കേസിൽ ജാമ്യം 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാത്തതിനാലാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. എന്നാൽ കട്ടിളപ്പാളിയുമായി ബന്ധപ്പെട്ട കേസിൽ ജാമ്യം ലഭിക്കാത്തതിനാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജയിൽ മോചിതനാകാൻ സാധിക്കില്ല. അതേസമയം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ എന്നിവർക്ക് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചു. ദ്വാരപാലക പാളി, കട്ടിളപ്പാളി കേസുകളിലെ ജാമ്യാപേക്ഷയാണ് കോടതി തള്ളിയത്. വിവരങ്ങളുമായി എസ് വിനീഷ് ചേരുന്നു കൊല്ലത്ത് നിന്ന്. വിനീഷ്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു കേസിൽ, അതായത് ദ്വാരപാലക കേസിൽ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ കട്ടിളപ്പാളിയുമായി ബന്ധപ്പെട്ട കേസിൽ ജാമ്യമില്ല, അതുകൊണ്ട് ജയിലിൽ തന്നെ തുടരും. എന്താണെന്ന് കോടതി, കൊല്ലം വിജിലൻസ് കോടതി കേസുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയ കാര്യം? തീർച്ചയായും ടോം, ഒക്ടോബർ 17-നാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ 90 ദിവസം കഴിഞ്ഞിട്ടും കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാൻ SITക്ക് സാധിച്ചിരുന്നില്ല. ഇത് ചൂണ്ടിക്കാട്ടിയാണ് സ്വാഭാവിക ജാമ്യം അനുവദിക്കണമെന്ന് പ്രതിഭാഗം കോടതിയെ അറിയിച്ചത്. ജാമ്യഹർജിയിന്മേൽ വാദം കേട്ട കോടതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം അനുവദിക്കുകയായിരുന്നു. ഈ ശബരിമല സ്വർണ്ണമോഷണ കേസിൽ മുഖ്യപ്രതിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. ദ്വാരപാലക ശില്പക്കേസിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. കൊല്ലം വിജിലൻസ് കോടതിയിലാണ് നടപടി. അതുപോലെ തന്നെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ കട്ടിളപ്പാലി കേസിൽ നിലവിൽ റിമാൻഡ് കാലാവധിയിൽ കഴിയുന്നതിനാൽ ആണ് വീണ്ടും ജാമ്യം ലഭിച്ചുവെങ്കിൽ പോലും, അതായത് ദ്വാരപാലക കേസിലാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചത്. ജാമ്യം ലഭിച്ചു എങ്കിൽ പോലും ജയിൽ മോചിതനാവാൻ സാധിക്കില്ല. വീണ്ടും ജയിലിൽ തന്നെ തുടരേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഈ കേസിൽ മറ്റൊരു പ്രതി കൂടിയുണ്ട്. നമുക്കറിയാം, മുരാരി ബാബു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുരാരി ബാബുവും പത്മകുമാർ അടക്കമുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി അടക്കം തള്ളിയ സാഹചര്യമുണ്ട്. എന്നാലും ഈ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ നാളെ വിജിലൻസ് കോടതി പരിഗണിക്കാനിരിക്കുന്നു. 90 ദിവസം പിന്നിട്ട സാഹചര്യമാണ്. മുരാരി ബാബുവിന് ജാമ്യം കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് വിജിലൻസ് കോടതിയിൽ കഴിഞ്ഞ ദിവസം നടന്ന ഈ ജാമ്യ ഹർജിയിന്മേലുള്ള വാദം നടന്നപ്പോൾ തന്നെ പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയത് ഇങ്ങനെയാണ്: ഒരുപക്ഷെ ജാമ്യം നൽകുകയാണെങ്കിൽ തീർച്ചയായും ഇവിടെ SITയുടെ ഭാഗത്ത് ഏതെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ട്. കാരണം 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ പ്രതിക്ക് സ്വാഭാവിക ജാമ്യം കിട്ടും. അത് അങ്ങനെയെങ്കിൽ, കാരണം ഈ ഒരു കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ച പശ്ചാത്തലത്തിൽ രണ്ടാമത്തെ കേസിലും സമാനമായ രീതിയിലുള്ളൊരു നടപടി ഉണ്ടാകില്ലേ? അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഇനി SITയുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ പോകുന്ന നീക്കം? കുറ്റപത്രം സമർപ്പിക്കുന്ന നടപടികളിലേക്ക് ഉടൻ കടക്കുമോ? എന്താണ് SIT ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്ന വിവരം? തീർച്ചയായും ടോം, സുപ്രീം കോടതിയുടെ പ്രധാനമായ വിധി ന്യായത്തിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഈ 90 ദിവസം പിന്നിട്ടാൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം അനുവദിക്കണം എന്നുള്ളത്, അത് അവരുടെ അവകാശമാണ് എന്നുള്ളത്. ഈ ഒരു പോയിന്റ് മുൻനിർത്തിയാണ് ഈ പ്രതികളുടെ അഭിഭാഷകർ കോടതിയിൽ വാദിച്ചത്. കുറ്റപത്രം 90 ദിവസം പിന്നിട്ടും ഈ കേസിൽ സമർപ്പിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് SITയുടെ ഭാഗത്തു നിന്നും ഒരു വീഴ്ച തന്നെയാണ്. SIT കോടതിയിൽ അറിയിച്ചത് അന്വേഷണം പൂർത്തിയാകാത്ത സാഹചര്യമാണ്, പൂർത്തിയായിട്ടില്ലാത്തതുകൊണ്ടാണ് കുറ്റപത്രം സമർപ്പിക്കാത്തത് എന്നുള്ളതാണ്. പക്ഷെ എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതികൾക്ക് ജാമ്യം നൽകേണ്ടത് അവരുടെ അവകാശമായതുകൊണ്ടാണ് ജാമ്യം ഇപ്പോൾ വിജിലൻസ് കോടതി നൽകിയിരിക്കുന്നത്. ഈ കേസിൽ തന്നെ ഏകദേശം 10-13 പ്രതികളുള്ള ഈ കേസിൽ ആദ്യത്തെ ജാമ്യമാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലഭിച്ചിരിക്കുന്നത്. പക്ഷെ എന്നാലും മറ്റൊരു കേസിൽ, കട്ടിളപ്പാള കേസിൽ റിമാൻഡ് കാലാവധിയിൽ കഴിയുന്നതുകൊണ്ട് ഈ ജാമ്യം ലഭിച്ചെങ്കിൽ പോലും ഇയാൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കത്തില്ല. ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. 9 ഉപാധികളാണ് ഈ ജാമ്യവിധിയിൽ തന്നെ പറയുന്നത്. കൃത്യമായി പറയുന്നുണ്ട്, ഈ കേരളം വിട്ടുപോകാൻ പാടില്ല, പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുത്, അങ്ങനെ ഒരു 9 ഉപാധികൾ ഇതിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ. വ്യക്തമാണ്. എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. ഒരു കേസിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. പക്ഷേ മറ്റൊരു കേസിൽ ജാമ്യം ലഭിക്കാത്തതിനാൽ ഉടൻ ജയിൽ മോചിതനാകാൻ കഴിയില്ല.